വഴി മയക്കുമരുന്ന് കടത്ത് വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ട്രെയിനിലും പരിശോധന വളരെ കർശനമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഞങ്ങൾ പരിശോധന നടത്തി പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ. അങ്ങനെ പരിശോധന നടത്തി വരവേ രാവിലെ 5:30 മണിക്ക് പുനലൂരിലെത്തുന്ന ചെന്നൈ എഗ്മോർ വണ്ടിയിൽ പരിശോധിച്ചു. അതിൽ പരിശോധിച്ച് വന്നപ്പോഴത്തേന് ആര്യങ്കാവ് കഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഒരാള് ഒരു ബെർത്തിന്റെ അപ്പറിലേക്ക് കിടന്നുറങ്ങുന്നു. പുള്ളി പോലീസിനെ കണ്ടപ്പോഴത്തേന് വളരെ ഒരു പരിഭ്രാന്തൻ ആയി കണ്ടു. അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ച് ബാഗ് എന്താണ് എന്ന് ചോദിച്ചു. ബാഗ് തുറന്നപ്പോൾ അതിന്റെ മേളിൽ കുറച്ച് വാച്ചുകളും വാച്ചിന്റെ സ്പെയർ പാർട്സും. തുടർന്ന് അത് ബാഗ് വ്യക്തമായി പരിശോധിച്ചപ്പോൾ അതിന്റെ അടിയിൽ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പണം 500-ന്റെ നോട്ട് കെട്ടുകളായിട്ടുണ്ട്. എവിടുന്ന് എന്ന് ചോദിച്ചപ്പോഴത്തേന് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത്. രേഖകളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്ക് യാതൊരു വിധമായ രേഖകളും ഇല്ല എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴത്തേന് പുള്ളി ഇത്തരത്തിൽ പണം ക്യാരിയർ ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. പുള്ളിക്ക് നേരത്തെയും ഇത്തരത്തിൽ പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. തലയോലപ്പറമ്പിൽ വെച്ച് 1,12,00,000 രൂപ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് പുള്ളി എക്സൈസ് പിടിക്കുകയും അതിനുശേഷം പോലീസിന് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഈ പണത്തെ സംബന്ധിച്ച് ഇത് എവിടുന്ന് കൊണ്ടുവന്നു, ആര് കൊടുത്തു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ വിശദമായി അന്വേഷിക്കും.